വിവാഹിതരായിട്ടുള്ള ഇന്ത്യൻ വനിതകൾക്കായിട്ടുള്ളൊരു ബ്യൂട്ടി പേജൻ്റാണ്. ഹായ് സർ. ഹായ്. നമസ്കാരം. നമസ്കാരം. തസ്വീർ പേര് തന്നെ ഒരു വ്യത്യാസമാണ് അല്ലേ? സാറിനെ കുറിച്ച് കേട്ടപ്പോൾ നമ്മുടെ മിസ്സിസ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് സീസൺ 3, അതെ, അപ്പോൾ അത് അങ്ങനെ ഷീ ടോക്സ് അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര സംഭവങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്തൊരു പേരാണ് സാറുമായിട്ട് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ മീഡിയ വേവ്സിൻ്റെ ഒരു തരംഗമായി അല്ലെങ്കിൽ അതിൻ്റെ അമരക്കാരനായ തസ്വീർ സാറിന് എന്താണ് ഈ വരാൻ പോകുന്ന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള പറയാനുള്ളത് എന്താണ്? ഓക്കെ, എൻ്റെ പേര് തസ്വീർ എം സലീം. എൻ്റെ കമ്പനിയുടെ പേര് മീഡിയ വേവ്സ് എന്നാണ്. മിസ്സസ് ഇന്ത്യ മിഡിൽ ഈസ്റ്റിൻ്റെ സീസൺ 3 അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെയാണ് നടക്കാൻ പോകുന്നത്. ഇത് 2 വർഷമായി നമ്മളിവിടെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു വരുന്ന ഒരു ബ്യൂട്ടി പേജൻ്റാണ്. അതിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ മാരീഡ് വുമനെയാണ്. വിവാഹിതരായിട്ടുള്ള ഇന്ത്യൻ വനിതകൾക്കായിട്ടുള്ളൊരു ബ്യൂട്ടി പേജൻ്റാണ്. മാരീഡ് ആയിട്ടുള്ള ആർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നാഷണാലിറ്റി ഇന്ത്യൻസ് ആവണം. ഇതിനകത്ത് ഏജ് ക്രൈറ്റീരിയയോ അല്ലെങ്കിൽ ഹൈറ്റ് ലിമിറ്റേഷൻസ് അങ്ങനെയൊന്നും വരുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ ഇതിനകത്ത് കുറേ സബ് ടൈറ്റിൽസ് ഉണ്ട്, ലൈക്ക് ടാലൻറ്റ് റൗണ്ടും ബെസ്റ്റ് ഫിസിക്കും ഫിറ്റ്നസ് ക്യാറ്റ് വാക്ക്, അങ്ങനെ ഒത്തിരി സബ് ടൈറ്റിൽസ് ഇതിനകത്തുണ്ട്. ഇൻ്റലിജൻസ് അതെ. അപ്പോൾ ഒരു 3 ദിവസത്തെ പ്രോഗ്രാമാണ് ഇത് വരുന്നത്. നമ്മളൊരു യോട്ടിൽ വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ ടാലൻറ്റ് റൗണ്ടും ഗ്രൂമിങ്, അങ്ങനെ ഫൈനൽ ഡേയിൽ നമുക്ക് 2 കോസ്റ്റ്യൂംസിൽ 2 റൗണ്ടിലാണുള്ളത്. ട്രഡീഷണൽ കോസ്റ്റ്യൂംസിലും ഈവനിങ് ഗൗൺ കോസ്റ്റ്യൂംസിലുമായിട്ടുള്ള ഒരു 2 റൗണ്ട് ഉണ്ടാകും. അതിൻ്റെ കൂടെ Q&A, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടാകും. നമ്മളുടെ കൊറിയോഗ്രാഫി, ഗ്രൂമിങ് പാർട്ട്നേഴ്സ് ഇവരെ ഗ്രൂം ചെയ്യുന്നുണ്ടാകും. അതിനുശേഷം സബ് ടൈറ്റിൽ ക്രൗണിങ്ങും അങ്ങനെയുള്ള ആക്ടിവിറ്റീസും ഫോളോഡ് ബൈ എലിമിനേഷൻ, ദെൻ ഒരു ക്രൗണിങ്. ഇങ്ങനെ ഒരു 3 ദിവസത്തെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാ മാരീഡ് ഇന്ത്യൻ വുമനും ഇതിനകത്ത് പങ്കെടുക്കാം. യെസ്, അതായത് അല്ലേ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം എല്ലാവരും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നു കഴിഞ്ഞു അല്ലേ? ഇതൊരു ചലഞ്ചായിട്ട് ഇതിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് ഹൈറ്റോ ഏജ് ലിമിറ്റോ ഒന്നുമില്ല. നമ്മൾ ആക്ച്വലി ഞങ്ങൾ ഒത്തിരി ഫാഷൻ ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മിസ്സിസ് മോഡൽസൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ലൈക്ക് കോളേജ് ലൈഫിന് ശേഷം അല്ലെങ്കിൽ കോളേജിലൊക്കെ അടിച്ചു പൊളിച്ച് സ്റ്റേജിലൊക്കെ കയറി പെർഫോം ചെയ്തിരുന്ന ഒരാളുകൾ ആഫ്റ്റർ മാരേജ് അത് കഴിഞ്ഞിട്ട് അവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അധികം കിട്ടിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ല അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ ആക്ച്വലി ഇതൊരു മിസ്സിസ് ഗോവയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മിസ്സസ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇവിടെ ആയപ്പോൾ നമ്മൾ മിസ്സസ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് നല്ല റെസ്പോൺസസ് ആണ് കിട്ടുന്നത്. പലപ്പോഴും ഇവരുടെ ടാലൻറ്റ് പെർഫോമൻസ് എല്ലാം വളരെ അമേസിങ് ആണ്. ഇപ്പം അതിനകത്ത് തന്നെ ഒത്തിരി ലൈക്ക് 1-2 പേരൊക്കെ ഡ്രമ്മേഴ്സൊക്കെ ഉണ്ടായിരുന്നു, മൾട്ടി ടാലൻറ്റഡ് ആയിട്ട് ആളുകളുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതെ, ഡാൻസും അതുപോലെ പല ടാലൻസും ഉണ്ട്. അപ്പോൾ ഒരു എൻജോയ്മെൻറ്റ്, ഒരു സെലിബ്രേറ്റിംഗ് മോഡിലായിരിക്കും ഇത് ചെയ്യുന്നത്. UAE-യിലുള്ള എല്ലാ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെയും ഹൃദയപൂർവ്വം നമ്മുടെ മിസ്സിസ് ഇന്ത്യ സീസൺ 3-ലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അവരെവിടെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? നമ്മുടെ missesindia.me വെബ്സൈറ്റ് ഉണ്ട്, നമ്മൾ ഡീറ്റെയിൽസ് തരാം. നമ്മുടെ കോൺടാക്ട് നമ്പർസ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും കോൺടാക്ട് ചെയ്താലും മതി. വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസ് അവൈലബിളും ആണ്.